ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 38-ാമത്തെ സർഗം ചൂടാമണി പ്രദാനം. ഹനുമാന്റെ വാക്കിൽ വിശ്വാസം വന്ന സീതാദേവി ശ്രീരാമന് കൊടുക്കാൻ വേണ്ടി തൻ്റെ ചൂടാരത്നത്തെ ഹനുമാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. തദസാകപിശാർദൂലസ്തേന വാക്യേന ഹർഷിത സീതാമുവാച ശ്രുത്വാ വാക്യം വാക്യവിശാരദ. സീതയുടെ അഭിപ്രായം കേട്ട് സന്തുഷ്ടനായ വാക്യാർത്ഥ ഗ്രഹണപടുവായ ഹനുമാൻ സന്തോഷപൂർവം സീതയോട് പറഞ്ഞു: യുക്തരൂപം ത്വയാ ദേവി ഭാഷിതം ശുഭദർശനേ സദൃശം സ്ത്രീ സ്വഭാവസ്യ സതീനാം വിനയസ്യ ജ. ശുഭദർശനെ, ഭൗതിയുടെ ഗുണങ്ങൾക്ക് അനുയോജ്യവും പതിവ്രതകളുടെ മര്യാദയ്ക്കും സ്ത്രീ സ്വഭാവത്തിനും അനുരൂപവുമായ വാക്കുകളാണ് ഭൗതി പറഞ്ഞത്. സ്ത്രീത്വം നതു സമർത്ഥം ഹി സാഗരം വ്യതിവർത്തിതും മാം അധഷ്ടായ വിസ്തീർണം ശതയോജനമായതും. എൻ്റെ മുതുകിലേറി 100 യോജന വിസ്താരമുള്ള സമുദ്രം കടക്കാൻ സ്ത്രീത്വം നിമിത്തം ഭൗതിക്ക് ഉൾക്കരുത്വമില്ല. സ്ത്രീ അവലയാണല്ലോ. ദ്വിതീയം കാരണം വെച്ചാബ്രവീഷി വിനയാന്യതേ രാമാധന്യസ്യ നാർഹാമി സംസ്പർശം ഇതി ജാനകി. ഏതത്തേ ദേവി സദൃശം പത്ന്യാതസ്യ മഹാത്മന കാഹ്യന്യാത്വാം ഹൃദേ ദേവി ഭൂയാവചനമീദൃശം. വിനയാനിതയായ ദേവി, രാമനെ അല്ലാതെ മറ്റൊരുവനെ ഞാൻ സ്പർശിക്കുകയില്ല, അതായത് സ്പർശിക്കാൻ അനുവദിക്കുകയുമില്ല എന്ന് ഭൗതി രണ്ടാമതായിട്ട് പറഞ്ഞ കാരണം മഹാത്മാവായ രാമൻ്റെ പത്നിക്ക് അനുയോജ്യമായത് തന്നെ. ഭൗതി അല്ലാതെ മറ്റാരാണ് ഇപ്രകാരം പറയുക? അതായത് അശോകവനികയില ബന്ധനത്തിൽ നിന്നുള്ള മോചനം പോലും അവഗണിച്ച് ഹനുമാന്റെ കൂടെ യാത്ര ചെയ്യുന്നില്ല എന്ന് പറയാൻ അടിയുറച്ച ധർമ്മബോധമുണ്ടെങ്കിലേ കഴിയൂ എന്ന് ആശയം. ശോഷ്യതേ ജൈവകാഗുസ്ത സർവം നിരവശേഷത ചേഷ്ടിതം യത്വയാ ദേവി ഭാഷിതം മമ ജാഗ്രത. ദേവി, ഭൗതി എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതും ചെയ്തതുമെല്ലാം ഒന്നും വിടാതെ ഞാൻ ശ്രീരാമനെ കേൾപ്പിക്കും. കാരണേ ബഹുബിർദേവി രാമപ്രിയ ജിഗീഷയ സ്നേഹപ്രസ്തന്ന മനസ മയേത് സമതീരിതം. പല കാരണങ്ങളാലും രാമന് പ്രിയം ചെയ്യണമെന്ന ആഗ്രഹത്താൽ സ്നേഹാദ്രമായ മനസ്സോടെ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. ലങ്കായ ദുഷ്പ്രവേശത്വാ ദുസ്തരത്വാൻ മഹോദതേ സാമർത്ഥ്യാത്മനശ്ചൈവ മയേത് സമുദീരിതം. സമുദ്രതരണക്ലേശം, ലങ്കാപ്രവേശനത്തിലുള്ള പ്രയാസം, എൻ്റെ ശക്തിയിലുള്ള വിശ്വാസം എന്നിവയെല്ലാം വിചാരിച്ച് ഞാനിത് പറഞ്ഞതാണ്. മുതുകിലേറ്റി സീതയെ രാമസന്നിധിയിൽ എത്തിക്കാമെന്ന കാര്യത്തെയാണ് ഇവിടെ ഹനുമാൻ ഉദ്ദേശിക്കുന്നത്. ഇച്ഛാമി ത്വാം സമാനേതും അദ്യൈവ രഘുബന്ധുന ഗുരുസ്നേഹന ഭക്ത്യാജ നാന്യതേതദുദാഹൃതം. രാമനോടുള്ള അത്യധികമായ സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും ഭൗതിയെ ഇപ്പോൾ തന്നെ രാമസന്നിധിയിൽ എത്തിക്കണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്, മറ്റൊന്നും കൊണ്ടും അല്ല. യതി നോത്സാഹസേയാതും മയാ സാർദ്ധമനിന്ദിതേ അഭിജ്ഞാനം പ്രയച്ഛത്വം ജാനീയാദ്രാഘവോ ഹി തത്. പുണ്യവതി, ഭൗതി എന്നോടൊപ്പം എഴുന്നള്ളുവാൻ താല്പര്യപ്പെടുന്നില്ലെന്നതുകൊണ്ട് രാമന് വിശ്വാസമുണ്ടാകുവാൻ തക്ക ഒരു അടയാളം തന്നയക്കുക. അത് കണ്ട് രാഘവൻ വാസ്തവം അറിയുമല്ലോ. ഏവമുക്ത ഹനുമത സീത സുരസുതോപമ ഉവാച വചനം മന്ദം ബാഷ്പഗ്രഥിതാക്ഷമം. ഹനുമാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവകന്യകയെ പോലുള്ള സീതാദേവി കണ്ണീർ വാർത്തുകൊണ്ട് അരുളി ചെയ്തു: ഇതം ശ്രേഷ്ഠം അഭിജ്ഞാനം ബ്രൂയാസ്ത്വം മമ പ്രിയം ശൈലസ്യ ചിത്രകൂടസ്യ പാദേ പൂർവോത്തരേ ദദാ. താപസാശ്രമമാസിന്യ പ്രാജ്യമൂലവലോദകേ തസ്മിൻ സിദ്ധാശ്രമേ ദേശേ മന്ദാകിന്യായ ദൂരത തസ്യോപവനഷണ്ഡേഷു നാനാപുഷ്പസുഗന്ധിഷു വിഹൃത്യ സലിലേ ക്ലിന്നോ മമാംഗേ സമുപാവിശ. ശ്രേഷ്ഠമായി അഭിജ്ഞാനം, അതായത് ഈ അടയാളം ഞാൻ പറയും പോലെ ഭഗവാൻ എൻ്റെ നാഥനെ അറിയിച്ചാലും. ചിത്രകൂട പർവ്വതത്തിൻ്റെ വടക്ക് കിഴക്കേ താഴ്വരയിൽ മന്ദാകിനി നദിയുടെ സമീപത്തിൽ ഫലമൂല സമൃദ്ധമായൊരു സിദ്ധാശ്രമം, ആ നദീജലത്തിലും നാനാസൂന സൗരഭ്യമാർന്ന ഉദ്യാനങ്ങളിലും വിഹരിച്ച് തളർന്ന് താപസാശ്രമത്തിൽ ഇരുന്നിരുന്ന എൻ്റെ മടിയിൽ അങ്ങ് കിടന്നിരുന്നു.
തഥോ മാംസസമായുക്തോ വായസ പര്യതുണ്ടയത് തമഹം ലോഷ്ടമുദ്യമ്യ വരയാമി സ്മ വായസം. അപ്പോൾ മാംസത്തിൽ കൊതി പൂണ്ട ഒരു കാക്ക കൂർത്ത കൊക്കുകൊണ്ട് എന്നെ കുത്തി. ഒരു മൺകട്ട എടുത്ത് ഊങ്ങി ഞാൻ അതിനെ ആട്ടി അകറ്റി. ധാരയൻ സജമാം കാകസ്തത്രൈവ പരിലീയതേ ന ചാപ്യുപചാരമൻ മാംസാത് ഭക്ഷാർത്ഥി ബലിഭോജന. ബലിമുക്കായ കാക്ക ആഹാരം കൊതിച്ച് എന്നെ കൊത്തി ഉപദ്രവിച്ച് അവിടെ ചുറ്റിക്കൊണ്ടിരുന്നു. ഉത്കർഷന്ത്യാം ചരശനാം ക്രുദ്ധായ മയി പക്ഷിണി സ്രംസമാനേ ജവസനേ തതോ ദൃഷ്ടാത്വയാഹ്യഹം. ഞാൻ കാക്കയോട് കോപിച്ച് അരഞ്ഞാണം അഴിച്ചെടുത്തപ്പോൾ, അതായത് അടിക്കാനായിട്ട് വസ്ത്രം കിഴിഞ്ഞു പോയത് അങ്ങയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ത്വയാ വിഹസിതാ ചാഹം ക്രുദ്ധ സംലജ്ജിതാ തഥാ ഭക്ഷഗ്രദ്രേണ കാകേന ദാരിതാത്വമുപാഗത തതശാന്താഹമുത്സംഗമസീനസ്യ തവാവിശം ക്രുദ്യന്തി ച പ്രഹൃഷ്ടേന ത്വയാഹം പരിസാന്തിത. ഭക്ഷണത്തിൽ കൊതി പൂണ്ട കാക്കയുടെ കൊത്തേറ്റ് ക്രുദ്ധയും വിവശയുമായി എന്നെ അങ്ങ് പരിഹസിച്ചു. ലജ്ജിതയായി ഞാൻ നിദ്രോടിയുടെ സമീപമെത്തി മടിയിലിരുന്നു. സന്തുഷ്ടനായ ഭഗവാൻ കോപിച്ചിരുന്ന എന്നെ സമാശ്വസിപ്പിച്ചു. ബാഷ്പപൂർണമുഖീ മന്ദം ചക്ഷുഷി പരിമാർജതി ലക്ഷിതാഹം ത്വയാ നാഥ വയസേന പ്രകോപിത. നാഥ, ബാഷ്പപൂർണമുഖിയായ ഞാൻ മെല്ലെ കണ്ണുകൾ തുടച്ചു. കാകൻ നിമിത്തം ഞാൻ കോപിഷ്ഠയാണെന്ന് അവിടുന്ന് അറിഞ്ഞു. പരിശ്രമാത് പ്രസുപ്തചാരാഗവാംഗേഭ്യഹം ചിരം പര്യായേണ പ്രസുപ്തശ്ച മമാംഗേ ഭരതാഗ്രജ സ തത്ര പുനരേവാതാവായസമുഗാമത് വായസമുപാഗമത്. ഞാൻ ക്ഷീണത്താൽ അങ്ങയുടെ മടിയിൽ കിടന്ന് വളരെ നേരം ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ ശേഷം എൻ്റെ മടിയിലും കിടന്നുറങ്ങി. അപ്പോൾ ആ കാക്ക വീണ്ടും വന്നെത്തി. തഥ സുപ്ത പ്രബുദ്ധ മാം രാമസ്യാംഗാസമുത്തിതാം വായസഹസാഗമ്യ വിതദാരസ്തനാന്തരേ. രാമന്റെ മടിയിൽ നിന്നും ഉണർന്നെഴുന്നേറ്റിരുന്ന എന്നെ വീണ്ടും പറന്നെത്തിയ കാക്ക മാറിടത്തിൽ കൊത്തി വ്രണപ്പെടുത്തി. പുനരതോൽപത്യ വിതദാരസമാം വൃശം തഥ സമുക്ഷിതോ രാമോ മുക്തേശോണിത ബിന്ദുഭിഹി. ഇപ്രകാരം ആ കാകൻ പലവട്ടം പറന്നു വന്ന് എന്നെ കൊത്തി കൊത്തി മുറിപ്പെടുത്തി. മുറിപ്പാടിൽ നിന്ന് ഇറ്റിറ്റ് വീണ ചോരത്തുള്ളികളേറ്റ് രാമന്റെ ശരീരം നനഞ്ഞു. വായസേന തതസ്തേന ബലവത് കൃഷ്യമാനയ സമയാബോധിത ശ്രീമാൻ സുഖസുബ്ധ പരന്തവ. ഗാഠനിദ്രയിൽ മുഴുകിയിരുന്ന മനോഹരനായ പരന്തവനെ കാകനാൽ ഉപദ്രവിക്കപ്പെട്ട ഞാൻ ഉണർത്തി. സമാം ദൃഷ്ട മഹാബാഹുർ വിദുന്നാം സ്തനയുസ്തദ ആശീവിഷൈവ ക്രുദ്ധ ശ്വസൻ വാക്യമഭാഷത. വീരനായ രാമൻ എൻ്റെ സ്തനങ്ങളിൽ മുറിവേറ്റത് കണ്ട് ക്രുദ്ധനായ സർപ്പം പോലെ ചീറിക്കൊണ്ട് പറഞ്ഞു. കേനദേനാഗനാസോരു വിക്ഷതം വൈസ്തനാന്തരം കഹ ഒരീടതി സരോഷേണ പഞ്ചവക്ത്രേണ ഭോഗിന. സുന്ദരി, നിന്റെ സ്തനാന്തരത്തിൽ, അതായത് മാറിടത്തിൽ ആരാണ് മുറിവേൽപ്പിച്ചത്? കോപിച്ച 5 തലയുള്ള പാമ്പിനോട് ആരാണ് കളിക്കുന്നത്? വിഷമാണത്തതസ്തം വൈവായസം സമുദേക്ഷത നഗൈസരുധിരേ തീഷ്ണേർ മമേവാഭിമുഖം സ്ഥിതം. ചുറ്റും നോക്കിയപ്പോൾ ചോരയാർന്ന കൂർത്ത നഖങ്ങളോടുകൂടി ആ കാക്ക എന്നെ നോക്കിയിരിക്കുന്നത് കണ്ടു. പുത്ര കില സശക്രസ്യാവായസപദാംബര ധരാന്തരഗത ശീക്രം ഭവനസ്യ ഗതോ സമ. പക്ഷിശ്രേഷ്ഠനും വേഗതയിൽ വായുതുല്യനും ഇന്ദ്രന്റെ പുത്രനുമായ ആ കാകൻ ഉടനെ ഭൂമിയുടെ മറ്റൊരിടത്തേക്ക് മറഞ്ഞു. ഇന്ദ്രന്റെ പുത്രനാണ് ജയന്തൻ. ഇന്ദ്രൻ ഗൗതമാശ്രമത്തിൽ ചെന്ന് കാകരൂപം ധരിച്ച് കരഞ്ഞ് പ്രഭാതമായി എന്ന് മഹർഷിയെ തെറ്റിദ്ധരിപ്പിച്ചു. കോപിഷ്ഠനായ അദ്ദേഹം ഇന്ദ്രനെ കാകനായി പോകട്ടെ എന്ന് ശപിച്ചു. പിന്നീട് ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ആ ശാപം പുത്രനായ ജയന്തന് മാറ്റിക്കൊടുത്തുവെന്നും രാമസ്പർശം മാത്രമേ ശാപമോചനം ലഭിക്കുമെന്നും മഹർഷി അരുളി ചെയ്തുവെന്നുമാണ് കഥ. ഈ കഥകൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാരണം നമ്മൾ രാമായണ കിളിപ്പാട്ടിൽ ഇങ്ങനെയല്ല പറയണത്. എന്തായാലും ഇതൊരു പുതിയ അറിവാണ്. തതസ്തസ്മിൻ മഹാബാഹോ കോപസംവർത്തിദേക്ഷണ വായസേ കൃതവാൻ ക്രൂരാം മതിമതാംബര. മഹാമതിമാനായ രാമൻ കാകന്റെ വിക്രിയ കണ്ട് കോപതാമ്രാക്ഷനായി ക്രൂരമായൊരു തീരുമാനമെടുത്തു. സ ദർഭം സംസരാഗൃഹ്യ ബ്രാഹ്മണാസ്ത്രേണ യോജയത് സ ദീപ്ത ഇവ കാലാഗ്നി ജ്വാലാഭിമുഖോദിജം. അദ്ദേഹം ദർഭവിരിയിൽ നിന്ന് ഒരു ദർഭയെടുത്ത് അതിനെ ബ്രഹ്മാസ്ത്രമന്ത്രവുമായി സമന്വയിപ്പിച്ച് ചൈതന്യം പകർന്നു കാകന് നേർക്ക് അയക്കാൻ വേണ്ടി സജ്ജമാക്കി. അത് കാലാഗ്നി പോലെ ജ്വലിച്ചു.
സതം പ്രതീപ്തം ചിക്ഷേപദർഭം ദം വായസം പ്രതി തതസ്തം വായസം ദർഭ സോംബരീനു ജഗാമഹ. ശ്രീരാമൻ ആ ദർഭ കാക്കയുടെ നേർക്ക് തൊട്ടുവിട്ടു. ഉടനെ ആകാശത്തിൽ കാകനെ തുരത്തിക്കൊണ്ട് പിറകെ പാഞ്ഞു. അനുസുപ്തസ്തദാഗോ ജഗാമ വിവിധാം ഗതിം ത്രാണകാമ ഇമം ലോകം സർവം വൈ വിജചാരഃ. ജ്വലിച്ചുകൊണ്ട് പിറകെ വരുന്ന ദർഭാസ്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി കാക്ക ലോകം മുഴുവൻ ചുറ്റി പല സ്ഥലങ്ങളിലും ചെന്നു നോക്കി. സ പിത്രാജ പരിത്യക്ത സുരൈശ്ച സമഹർഷിഭിഃ ത്രിലോകാൻ സംപരിക്രമ്യ തമേവ ശരണം ഗത. അവൻ മുപ്പാരിലും അലഞ്ഞു തിരിഞ്ഞു. മഹർഷികളെ, ദേവന്മാരെ, പിതാവായ ഇന്ദ്രനെ എല്ലാം ശരണം പ്രാപിച്ചു. അവരെല്ലാം കൈവിട്ടപ്പോൾ ഒടുവിൽ രാമന്റെ കാൽക്കൽ വീണു. സതം നിപതിതം ഭൂമോ ശരണ്യ ശരണാഗതം വദാഹമഭികാകുൽസ്ഥ കൃപയാ പര്യപാലയത്. അഭയം പ്രാപിച്ചവർക്ക് ആശ്രയം നൽകുന്ന കാകുൽസ്ഥൻ കൊല്ലേണ്ടവനെങ്കിലും കാൽക്കൽ വീണ് കിടക്കുന്ന കാകനെ കാരുണ്യപൂർവം കാത്തുരക്ഷിച്ചു. പരിദൂനം വിവർണഞ്ചാസതമായാന്തമബ്രവീത് മോകം കർത്തും ന ശക്യം ദോ ബ്രാഹ്മമസ്ത്രം തതുച്ഛതാം. അനന്യശരണനായിട്ട് നിസ്തേജനായി കാൽക്കൽ വീണ് കിടക്കുന്ന കാകനോട് രാമൻ പറഞ്ഞു, ബ്രഹ്മാസ്ത്രം തൊട്ടുവിട്ട് കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യം കണ്ടേ പറ്റൂ. അതെന്താണെന്ന് പറയുക. ഇനസ്തു ദക്ഷിണാശിത്വച്ചര ഇത്യഥസോബ്രവീത് തതസ്തസ്യാക്ഷികാകസ്യ ഹിനസ്തി സ്മസ ദക്ഷിണം. എന്നാൽ അങ്ങയുടെ ബാണം എൻ്റെ വലം കണ്ണിനെ നഷ്ടപ്പെടുത്തി കൊള്ളട്ടെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ആ ശരത്തിന് കാകൻ തൻ്റെ വലം കണ്ണ് നൽകി പ്രാണൻ രക്ഷിച്ചു. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.